കുട്ടികളുള്ള സമയങ്ങളിൽ നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം അവർ ഫുൾ ടൈം ബഹളവും കളികളും ഒക്കെ ആയിട്ട് ഒരു ഒട്ടും നമുക്ക് പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെഴുന്നേൽക്കുന്ന സമയം വരെ ഞാനിരുന്ന് പഠിക്കും. അതിന് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇവർ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്ത് കുളിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കഴിക്കുന്ന സമയം വരെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും കളികളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പണികൾ ചെയ്യാം. ഈ പണികളുടെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നമ്മൊരു 10 ക്വസ്റ്റ്യനോ അതിൽ ആ കിട്ടാവുന്ന ടൈം ഒന്നില്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറയുമ്പോഴേക്കിനും ഭയങ്കര ടയേർഡാവും. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ഉള്ള ഒരു മടുപ്പും വരും. അപ്പോൾ ഇന്ന് രാവിലെ ഇവർ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കറണ്ട് അഫെയർസാണ് പഠിച്ചത്. ഡെയിലി എഴുതിയെടുക്കാറുള്ളത് പോലെ PSC ബുള്ളറ്റിൽ നിന്ന് 25 കറണ്ട് അഫെയർസ് എഴുതിയെടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ പ്രീവിയസ് ഇയറിലെ ഇംഗ്ലീഷും മലയാളവും ഡെയിലി ചെയ്യാറുള്ളത് പോലെ ഇംഗ്ലീഷ് തലേദിവസത്തെ റിവൈസ് ചെയ്തു. പിന്നെ പുതിയ 20 ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തു. മലയാളം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ റിവൈസ് ചെയ്തു. പുതിയ ക്വസ്റ്റ്യൻസ് 10 എഴുതിയെടുത്തു. അത് പഠിച്ചു. അതിനുശേഷം ഇടയിൽ കിട്ടുന്ന ടൈമൊക്കെ ഞാൻ PYQൻ്റെ ബുക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിലേറ്റഡ് ഫാക്ട്സോട് കൂടിയ ബുക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു 30 പേജ് ഡെയിലി പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു PYQ ബുക്ക് കംപ്ലീഷൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി. അപ്പോൾ ഒരു 30 പേജ് ഡെയിലി പഠിക്കുന്നുണ്ട്. അതിൻ്റെ റിവിഷൻ പക്ഷേ ഡെയിലി നടക്കാറില്ല. അതിനുള്ള ടൈം കിട്ടലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സൺഡേയിലും പഠിച്ചത്രയും പോർഷൻ വേറെ പുതിയതൊന്നും പഠിക്കാതെ സൺഡേയിലും അത് റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നാളെ അതായത് സൺഡേ എനിക്ക് ഈ PYQൻ്റെ റിവിഷൻ്റെ ദിവസമാണ്. അങ്ങനെ PYQ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പോൾ എൻ്റെ PYQ ബുക്ക് കംപ്ലീഷൻ ചലഞ്ച് കാണാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം.